എന്നാടോ അലമ്പേ? ഒന്നുമില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ആരും തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട് കാണും. രണ്ടൊന്ന് കോഴിക്കുഞ്ഞുങ്ങൾ, പിന്നെ ഒരു പൂച്ചക്കുട്ടൻ. അവരെ കാണാൻ വേണ്ടിയിട്ടൊന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ആ ടൈമിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ നമ്മുടെ മെയിൻ ചാനലിനകത്ത് ഞാൻ 2 വീഡിയോസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടൻറ് ഇതായിരുന്നു: കേരളത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള യൂട്യൂബർ തന്നെ അയാൾക്കൊപ്പം കിടക്ക പങ്കിടുവാണ്ട് ക്ഷണിച്ചു എന്ന് ഒരു വീട്ടമ്മ ആരോപിക്കുന്ന വോയിസ് ക്ലിപ്പ് സഹിതമായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. സുരേന്ദ്രൻ ലൈറ്റ് മീഡിയ എന്ന് പറയുന്ന ചാനലിനകത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഓഡിയോ കേൾക്കുന്നത്. സുരേന്ദ്രൻ ചേട്ടനും ആ ഒരു വീട്ടമ്മയും തമ്മിൽ നടത്തിയ സംസാരമായിരുന്നു. സോ ഞാൻ സുരേന്ദ്രൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് വാങ്ങി ഞാൻ എൻ്റെ ചാനലിനകത്ത് വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ ഇപ്പോഴും എൻ്റെ ചാനലിനകത്ത് കിടപ്പുണ്ട്. അതിനുശേഷം ഇതിന് എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ, ഈ പറയുന്ന വീട്ടമ്മ പരാതിയോ മറ്റു കാര്യങ്ങളോ നൽകിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സുരേന്ദ്രൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് ലഭിച്ച ചെല്ലാനും അതുകൂടാതെ അവരുടെ വോയിസ് ക്ലിപ്പും കൂടി എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ജെനുവിനിറ്റി പരിശോധിച്ചിരുന്നു. ആ ചെല്ലാൻ്റെ സൈഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ അത് പോയത് നേരെ കേരള പോലീസിൻ്റെ പരാതി സെല്ലിലേക്കാണ്. സോ അവിടെ ആ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഈ പറയുന്ന ചെല്ലാൻ AI യൂസ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ 2 യൂട്യൂബേഴ്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു വീട്ടമ്മ അയച്ചു നൽകിയ 9 മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോഴൊന്നും യാതൊരു പ്രശ്നമില്ലായിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 2 മണിക്കൂറുകൾക്ക് ശേഷം എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെയിൽ വരുന്നു: നിങ്ങളുടെ വീഡിയോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ആ ഒരു വീഡിയോ ആയിട്ട് പോയി. എന്നാലും ആ ഒരു വീഡിയോ ഇതുവരെ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. സോ ഞാൻ എന്തായാലും ഈ ഒരു കേസ് കേട്ട് വിടാണ്ട് തീരുമാനിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചധികം എവിഡൻസുകൾ കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങളും എനിക്ക് മുന്നിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ അതെല്ലാം എൻ്റെ ചാനൽ വഴി ഞാൻ പുറത്തേക്ക് വിടും. എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന ആ ഒരു വീഡിയോ മേ ബി നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് റിമൂവ് ചെയ്യുമായിരിക്കും. പക്ഷേ ഞാൻ യൂട്യൂബിൽ മാത്രമല്ല വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 3 പേജുകളുണ്ട്, ഫേസ്ബുക്കിൽ 3 പ്രൊഫൈലുകളുണ്ട്. അതുകൂടാതെ ട്വിറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ട്രൂത്ത് സോഷ്യൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചുരുക്കമാണ്. അവിടേക്കെല്ലാം തന്നെ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ അപ്ലോഡ് ചെയ്യും. പറ്റുമെങ്കിൽ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു.